ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു നെയ്യപ്പത്തിന്റെ റെസിപ്പി ആയാലോ. ഉള്ളി വെളിയിൽ കുറച്ച് കറുമുറുന്നാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ചേടാ, അങ്ങനെയല്ലേ നെയ്യപ്പം വേണ്ടത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് കണ്ടോ, ഉള്ളില് നല്ല നാര് പോലെ വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്റെ അടുത്ത് ഇഡ്ലി റൈസ് ആട്ടോ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് ഇഡ്ലി റൈസ് എടുത്തട്ടോ. എനിക്കൊന്ന് ഏകദേശം ഒരു 300 ഗ്രാം വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയോ ജീരക സാമ്പാർ റൈസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാട്ടോ. ഇനി ഒരു 3-4 മണിക്കൂർ ഒന്നുകൂടി വെളുക്കാൻ കുറച്ച് വെള്ളത്തിലും കിടക്കട്ടെ. അതെ, നിങ്ങൾക്ക് കുറച്ച് മധുരം ആവാമെന്നുണ്ടെങ്കിൽ ഒരു 300 ഗ്രാം ശർക്കര എടുത്തോട്ടോ. അല്ല, ഞങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിലേ ഒരു 200 ഗ്രാം ശർക്കര എടുത്തോ. അതിലും കുറയ്ക്കണ്ടട്ടാ. പിന്നെ അരി വറുത്ത് തിന്നൂടെ, പിന്നെ എന്താ നെയ്യപ്പം ഉണ്ടാക്കണേ. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കരനെ ഉരുക്കിയെടുക്കുന്നതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഉണ്ടല്ല, നമ്മൾ ഈ നെയ്യപ്പം കഴിക്കാൻ വേണ്ടില്ല അവിടെ ഇവിടെയൊക്കെ തേങ്ങക്കൊത്ത് കടിക്കണം, നല്ല രസമല്ലേ. അപ്പൊ അതിന് വേണ്ടിട്ട് തേങ്ങക്കൊത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാവ് അരച്ചെടുക്കാട്ടാ. അതിന് അരി എല്ലാം കൂടി എടുത്ത് മിക്സിയുടെ ജാറിൽ ഇടുവാണേ. ഇനി ഇതിലോട്ടെ 2 ഫുൾ സ്പൂൺ ചോറും ഒരു 1/4 ടീസ്പൂൺ ജീരകവും 3 ഏലക്കായും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചുകൊണ്ട് വരാട്ടോ. ഒരുപാട് നൈസായിട്ട് അരക്കണ്ടേ. മാവ് കുറച്ച് തരിതരിയായിട്ടിരിക്കണേ. ഇനി ഇതിലോട്ട് ഒരു 3 സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാട്ടോ. നമ്മൾ ശർക്കര ഉരുക്കിയതുണ്ടല്ലോ, ചൂടോട് കൂടി തന്നെയായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. തിളച്ച ഉടനെ അല്ല, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മൾ ഈ മാവ് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മാവ് വെന്തു പോവേ. നിങ്ങൾ ഈ മാവ് കലക്കി കഴിയുമ്പോഴേ കുറച്ച് വെള്ളം കൂടി പോയി എന്ന് എനിക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ കുറച്ച് വറുത്ത അരിപ്പൊടി ഇടുക അല്ലെങ്കിൽ റവ ഇടുക എന്നാണ്. അല്ല എങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെ, കാണുന്നുണ്ടാ, നമുക്കിത് ഈ കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്. ഇങ്ങനെ ഇരിക്കണം നമ്മുടെ മാവ്. ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ആ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തെടുക്കാമേ. തേങ്ങക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി മൂത്ത് കഴിയുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് കറുത്ത എള്ളില്ല, അതുകൊണ്ട് നമ്മൾ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നെയ്യപ്പം ഉണ്ടാക്കിയാലാട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഓൾറെഡി ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങക്കൊത്ത് എല്ലാം ഇതിലിട്ടിട്ട് നല്ലതായിട്ട് മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അല്ല എങ്കിൽ നെയ്യപ്പം ഉള്ളിൽ വേവില്ല കേട്ടോ. പിന്നെ നമ്മൾ ആ എടുത്തിരിക്കുന്ന കുഴിത്തവി ഉണ്ടല്ലോ, അതിൽ ഒരു തവി മാവുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സ്പൂൺ കൊണ്ട് ശകല എണ്ണ ഇങ്ങനെ അതിന്റെ മുകളിലോട്ട് ഒഴിച്ചും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം കോംപ്ലക്കുന്ന പോലെ നല്ലതായിട്ട് കോംപ്ലക്സ് വരും കേട്ടോ നമ്മുടെ നെയ്യപ്പം. എന്നിട്ട് നമുക്ക് തിരിച്ചും ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് തിരിച്ചും മറച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. എൻ്റെ അമ്മയൊക്കെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഈ പപ്പട കമ്പിയും കൊണ്ടോ കത്തിയും കൊണ്ടോ ഈ നെയ്യപ്പം ഒന്ന് കുത്തി നോക്കൂ കേട്ടോ. എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി എടുത്തിട്ട് ഒന്ന് കുത്തി നോക്ക്, നെയ്യപ്പം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കാം കേട്ടോ. ഞാൻ ആ അതിക്രമമൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓൾറെഡി അതിനെ എണ്ണയിലും വറുത്ത് കോരുക. ഇനി അതിന്റെ കൂടെ കത്തിയും കൊണ്ട് കുത്തും കൂടി ചെയ്യണോ നെഞ്ചത്ത്. ഞാൻ ചെയ്യണില്ലേ. ഇനി ബാക്കിയുള്ള നെയ്യപ്പം കൂടി നമുക്ക് വറുത്ത് കോരി എടുക്കാട്ടാ. ഇത് കണ്ട എന്ത് സുന്ദര കുടുംബന്മാരാ. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ വേണമെങ്കിലേ എന്റെ ചാനൽ ഒന്ന് പോകുന്ന പോക്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാമോ?